ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് വരടിയാട്ടിൽ. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ നമുക്ക് സൺഡേ സാധാരണ എല്ലാ ദിവസങ്ങളും നമ്മൾ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. സൺഡേയിൽ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊരു ഐറ്റം കഴിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു പാസ്ത ഉണ്ടാക്കാമെന്ന്. പാസ്ത നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റുകളിൽ നമുക്ക് പാസ്ത വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതാണ് എൽബോ പാസ്ത, വീറ്റ് പാസ്തയാണ്. നമ്മൾ സാധാരണ മൈദയുടെ പാസ്ത എന്ന് പറഞ്ഞാൽ അത് അത്ര ശരീരത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് വീറ്റ് പാസ്ത. അപ്പോൾ ഗോതമ്പിൻ്റെ പാസ്ത ആകുമ്പോൾ ഈ പാസ്ത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരാണ് ഡുറം വീറ്റ്. അപ്പോൾ ഡുറം വീറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രോട്ടീൻ വളരെയധികം കൂടുതലാണ്. അപ്പോൾ നല്ല പ്രോട്ടീന്, നല്ല ഫൈബർ, കാർബോഹൈഡ്രേറ്റ് ലേശം കുറവാണ് ഇതിൽ. അപ്പോൾ നമുക്കൊരു ടേസ്റ്റി ഫുഡാണിത്. അപ്പോൾ നമുക്ക് ഇത് ഇന്ന് പറ്റിച്ചാൽ നമ്മൾ കുറച്ച് വെള്ളം സ്റ്റൗവിൽ വയ്ക്കുന്നു. എന്നിട്ട് ഈ വെള്ളം ഏകദേശം നന്നായി തിളയ്ക്കണം. അപ്പോൾ ഈ വെള്ളം ഞാൻ വെച്ച വെള്ളം ഏകദേശം ഇത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോൾ തിളച്ചതിന് ശേഷം ഇതിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒരു സ്പൂണ് ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കണം. ഒരു സ്പൂണ് ആയാലും മതി, അല്ലെങ്കിൽ ചെറുതായിട്ട് ഒരു 1.5 മൂടി 2 മൂടി വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം തിളച്ചതിന് ശേഷം ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിടണം. എത്രയാണ് ഉപ്പിൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതപ്പോഴത്തെ ഒരുവിധം നന്നായി ഇത് തിളച്ചിട്ടുണ്ട്. അതിന് തിളച്ചതിന് ശേഷം നമ്മൾ ഈ പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ പാസ്ത നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മളിത് 1/2 കിലോൻ്റെ പാസ്തയാണ്. അപ്പോൾ 1/2 കിലോൻ്റെ പാസ്ത ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളത്തിലിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളിത് ഈ വെള്ളം ഇതിൽ നിന്ന് ഊറ്റിക്കളഞ്ഞു. വെള്ളം ഊറ്റിക്കളഞ്ഞാൽ ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു ചട്ടി വെച്ചു. ചട്ടി വെച്ചിട്ട് ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ജസ്റ്റ് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക്, സവോള ഒന്നാവണം, സവോള ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മളിതാ ചെറുതാക്കി അരിഞ്ഞു വെച്ച ബീൻസിൻ്റെ കഷ്ണവും പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ്, ഇത് രണ്ടും കൂടി ചെറുതാക്കി അരിഞ്ഞതാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് സബോളയോടൊപ്പം തന്നെ ഇത് നന്നായിട്ട് വേവും. അതിൽ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഇത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം അതായത് നൂഡിൽസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടി ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കണം നമ്മൾ. എന്നിട്ട് ഇതിന് 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തതിന് ശേഷം ഈ പച്ചക്കറി ഇട്ടതുകൊണ്ട് ചിലപ്പോൾ ഉപ്പ് കുറവുണ്ടാവും. കുറച്ചും കൂടെ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് കുറച്ചും കൂടെ ഉപ്പിടുക. കൂടുതൽ ഇടരുത്, കുറച്ചും കൂടെ ഉപ്പിടുക. എന്നിട്ട് ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഈ തക്കാളി ഇതിനോട് കൊടുക്കുക. ഒരു മീഡിയത്തിൽ തീയിട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് മഞ്ഞപ്പൊടി ഇടുക. അത് കഴിഞ്ഞാൽ കുറച്ച് കാശ്മീരി മുളകുണ്ട്, കൂടുതലിടണ്ട, കുറച്ച് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കുരുമുളക് ഇടുക. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ടാൽ മതി. കുറച്ച് കുരുമുളക് ഇടുക. പിന്നെ നമ്മുടെ സാധാ വീട്ടിൽ എല്ലാം കൂടി മിക്സാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കുക. ഇത് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് വീണ്ടും ഒന്ന് നന്നായി ഒന്ന് ഇളക്കുക. പാസ്ത ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല മിക്സാക്കിയപ്പോൾ നന്നായി മിക്സായി, പച്ചക്കറി എല്ലാം കൂടെ മിക്സായി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇങ്ങനെ മുകളിലിട്ട് കൊടുക്കുക.
മല്ലിയില മുകളിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പാസ്ത റെഡി. നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. പാസ്തയിൽ മല്ലിയില കിട്ടിയപ്പോൾ നല്ല അടിപൊളി സ്മെല്ല്. ഞാൻ അതിനോടുകൂടി സാധാ നമ്മുടെ കോഴിമുട്ട വെറുതെ ഒരു ചട്ടി ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു. അതിന് മീതെ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും. ഇത് നല്ലൊരു കോമ്പിനേഷനാണ് ഇത് രണ്ടും കൂടെ. അപ്പോൾ ഇത് രണ്ടും കൂടെ നിങ്ങൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നോക്കുക. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്, സൂപ്പറാണ്. ഓക്കെ, ബൈ.